ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. അവസരങ്ങളും പിന്തുണയും ലഭിച്ചാൽ ഏതു മേഖലയിലും മികവ് കൈവരിക്കാൻ സ്ത്രീകൾക്ക് കഴിയുമെന്ന് വനിതാ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ 137 കോടി രൂപയുടെ ബഹുനില മന്ദിര നിർമ്മാണോദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ആശുപത്രിയുടെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതിയെന്ന് മന്ത്രി വീണ ജോർജ്. നാടിന്റെ വികസന കുതിപ്പിൽ സ്ത്രീ പങ്കാളിത്തം നിർണായകമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. നിർമ്മിത ബുദ്ധി വെല്ലുവിളികൾ നേരിടാൻ വിദ്യാർത്ഥികൾക്കായി സൈബർ സുരക്ഷാ പ്രോട്ടോകോൾ പുറത്തിറക്കി കൈറ്റ്. കേരള തീരത്തിനരികെ അപകടത്തിൽപ്പെട്ട 9 മത്സ്യത്തൊഴിലാളികളെ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തി. പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ അല്പസമയത്തിനകം. കിരീടം തേടി ഇന്ത്യയും ന്യൂസിലൻഡും. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ച ലോകം. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശവും നീതിയും പ്രവർത്തനവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അവസരങ്ങളും പിന്തുണയും ലഭിച്ചാൽ ഏതു മേഖലയിലും മികവ് കൈവരിക്കാൻ സ്ത്രീകൾക്ക് കഴിയുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഡൽഹിയിൽ വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിച്ച വനിതാ ദിന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തിന്റെ പുരോഗതിയിൽ നാരീശക്തി സുപ്രധാന പങ്ക് വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ പദ്ധതികളും സംരംഭങ്ങളും സ്ത്രീ ശാക്തീകരണത്തിനാണ് മുൻഗണന നൽകുന്നതെന്നും പ്രധാനമന്ത്രി സന്ദേശത്തിൽ വ്യക്തമാക്കി. തുല്യനീതിയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ പങ്കുവയ്ക്കാനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുമെന്ന പ്രതിജ്ഞ പുതുക്കാനും വനിതാ ദിനം പ്രചോദനമാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നാടിന്റെ വികസന കുതിപ്പിൽ സ്ത്രീ പങ്കാളിത്തം നിർണായകമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കി കുട്ടിക്കാനത്ത് കുടുംബശ്രീയുടെ വനിതാ ശാക്തീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വലിയ മുന്നേറ്റം നടത്തിയതായും മന്ത്രി പറഞ്ഞു. വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതകൾക്ക് ഭയരഹിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതി നിർഭയ നിശ കേരളത്തിലുടനീളം നടപ്പാക്കും. സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാത്രി തിരുവനന്തപുരം മാനവീയം വീഥിയിൽ DGP റവാഡ ചന്ദ്രശേഖർ നിർവഹിക്കും. ദൃഢനിശ്ചയത്തോടെ മുന്നേറിയാൽ വനിതകൾക്ക് ഏതു മേഖലയിലും വിജയിക്കാമെന്ന് പരിസ്ഥിതി പ്രവർത്തകയും പത്മശ്രീ ജേതാവുമായ ആലപ്പുഴ സ്വദേശി കൊല്ലക്കയിൽ ദേവകിയമ്മ. വനിതാ ദിനത്തിൽ ആകാശവാണിയോട് സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ന് എല്ലാ കാര്യത്തിലും സ്ത്രീകൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നാം ചെയ്യുന്ന കാര്യം നാം ചെയ്താൽ സാധിക്കും എന്ന ഒരു ദൃഢനിശ്ചയം സ്ത്രീകൾക്കുണ്ടാകണം. ഇപ്പം ഞാൻ തന്നെ എനിക്കവിടെ 5 ഏക്കർ സ്ഥലമുണ്ട്. അത് മുഴുവൻ വനമാക്കി. അപ്പം നമ്മുടെ ദൃഢനിശ്ചയമാണ് നമ്മൾ ഏത് കാര്യവും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാൻ. ഡൽഹി മെട്രോയുടെ 2 പുതിയ ഇടനാഴികൾ ഉൾപ്പെടെ 33,500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. പദ്ധതികൾ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കരുത്തേകുമെന്നും സഞ്ചാരക്ഷമത മെച്ചപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കിഫ്ബിയിലൂടെ 137 കോടി രൂപ ഉപയോഗിച്ച് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിർമ്മിക്കുന്ന ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനവും ശിലാസ്ഥാപനവും നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ആശുപത്രിയുടെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതിയാണിതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കേരള തീരത്ത് നിന്ന് 80 നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെട്ട 9 മത്സ്യത്തൊഴിലാളികളെ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തി. കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. ശനിയാഴ്ച ഉച്ചയോടെ കന്യാകുമാരിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടാണ് വിഴിഞ്ഞത്തിന് ഏകദേശം 80 നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെട്ടത്. ഇക്കാര്യം അറിഞ്ഞെത്തിയ കോസ്റ്റ് ഗാർഡ് കപ്പലായ അനഖ് അപകടത്തിൽപ്പെട്ട 9 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കാണാതായ 2 പേർക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. രക്ഷപ്പെടുത്തിയവരെ വിഴിഞ്ഞത്ത് എത്തിക്കുകയും പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒമാനിൽ നിന്ന് കൊളംബോയിലേക്ക് പോയ MT സോളിസ് എന്ന കപ്പലുമായി കൂട്ടിയിടിച്ചാണ് അപകടം എന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ ഇതേക്കുറിച്ച് ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ ഈ മാസം 1 മുതൽ ഇന്നലെ വരെ ഗൾഫ് മേഖലയിൽ നിന്ന് 52,000-ലധികം ഇന്ത്യൻ പൌരന്മാരെ സുരക്ഷിതമായി തിരികെ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ഈ മേഖലകളിൽ കുടുങ്ങിയ ഇന്ത്യൻ പൌരന്മാരുടെ ക്ഷേമത്തിന് പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. കേരളത്തിലെ കുട്ടികൾക്ക് സുരക്ഷിതമായ ഡിജിറ്റൽ പഠനാന്തരീക്ഷവും സൈബർ സുരക്ഷയും ഉറപ്പാക്കുന്നതിന് സൈബർ സുരക്ഷാ പ്രോട്ടോകോൾ പുറത്തിറക്കി കൈറ്റ്. നിർമ്മിത ബുദ്ധി സൃഷ്ടിക്കുന്ന പുതിയ വെല്ലുവിളികളും സൈബർ കുറ്റകൃത്യങ്ങളും അവയുടെ പ്രതിരോധ മാർഗങ്ങളും നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്താണ് പ്രോട്ടോകോൾ തയ്യാറാക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ചട്ടമ്പിസ്വാമി മഹാസമാധി വാർഷികാഘോഷത്തിന്റെ ഭാഗമായ പന്മന ആശ്രമ തീർത്ഥാടന സമാരംഭ സഭ കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ ഉദ്ഘാടനം ചെയ്തു. പന്മന ആശ്രമ തീർത്ഥാടനത്തിനായി സ്പിരിച്വൽ സർക്യൂട്ട് നടപ്പാക്കുമെന്നും കരന്തലജെ പറഞ്ഞു. പുരുഷ T20 ക്രിക്കറ്റ് കലാശ പോരാട്ടത്തിന് അല്പസമയത്തിനകം അഹമ്മദാബാദിൽ തുടക്കമാകും. തുടർച്ചയായ 2ാം കിരീടം ലക്ഷ്യമിടുന്ന ഇന്ത്യയ്ക്ക് ന്യൂസിലൻഡാണ് എതിരാളികൾ. ടോസ് നേടിയ ന്യൂസിലൻഡ് ബൌളിംഗ് തിരഞ്ഞെടുത്തു. വിശദാംശങ്ങളിലേക്ക്. കായിക ലോകം കാത്തിരുന്ന മഹാപോരാട്ടത്തിന് അരങ്ങുണരുകയാണ്. സെമിയിൽ ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യയെങ്കിൽ ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്തിയാണ് കിവികൾ കലാശപ്പോരാട്ടത്തിനിറങ്ങുന്നത്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകർ ഉറ്റുനോക്കുന്നത് മലയാളി കരുത്ത് സഞ്ജു സാംസണിലേക്കാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും തകർപ്പൻ പ്രകടനത്തോടെ ഇന്ത്യയുടെ വിജയശില്പിയായ സഞ്ജു ബാറ്റിംഗിൽ വെടിക്കെട്ട് തീർക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ആരാധകർ. ടൂർണമെന്റിലുടനീളം മികച്ച ഫോമിലുള്ള ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയും ബുംറയുടെ നേതൃത്വത്തിലുള്ള ബൌളിംഗ് കരുത്തും കിവികൾക്ക് വെല്ലുവിളിയാകുമെന്ന് ഉറപ്പാണ്. മറുവശത്ത് തങ്ങളുടെ ആദ്യ T20 ലോക കിരീടം എന്ന ലക്ഷ്യത്തോടെയാണ് മിച്ചൽ സാന്നറുടെ നേതൃത്വത്തിലുള്ള ന്യൂസിലൻഡ് ടീം കളത്തിലിറങ്ങുന്നത്. കിരീടം ആരുയർത്തുമെന്ന് കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരം. ഡിസ്കിന്റെ ഒരു ജില്ല ഒരാശയം പദ്ധതിയുടെ ഭാഗമായി കണ്ണൂരിലെ കാഞ്ഞിരോട് വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിനായുള്ള പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകി. പരമ്പരാഗത കൈത്തറി മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനാണ് പദ്ധതി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ രീതികളും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 2,32,00,000 രൂപ ചെലവിൽ നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി 100% ഓർഗാനിക് കോട്ടണും പ്രകൃതിദത്ത വർണ്ണങ്ങളും ഉപയോഗിച്ച് കുട്ടികളുടെ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന പുതിയ ഉൽപ്പന്ന നിര ആരംഭിക്കും. ഈ പദ്ധതിയിലൂടെ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം വർദ്ധിപ്പിക്കുകയും നെയ്ത്തുകാരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നതോടൊപ്പം സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വനിതകൾക്ക് വിവിധ സ്ത്രീ സൗഹൃദ സംരംഭങ്ങളുടെ പ്രയോജനം ലഭിച്ചതായി കേന്ദ്ര സർക്കാർ. PM മാതൃവന്ദന പദ്ധതിയിലൂടെ 12 ലക്ഷത്തിലധികം വനിതകൾക്കായി 590 കോടി രൂപ വിതരണം ചെയ്തു. സുകന്യ സമൃദ്ധി പദ്ധതിയുടെ പ്രയോജനം 13 ലക്ഷം പെൺകുട്ടികൾക്ക് ലഭിച്ചു. 39 ലക്ഷം പേർക്ക് കുടിവെള്ള കണക്ഷനും 4 ലക്ഷം പേർക്ക് പാചകവാതക കണക്ഷനും നൽകി. 2.7 ലക്ഷം സ്വയം സഹായ സംഘങ്ങളിലൂടെ 4 ലക്ഷത്തിലധികം ലഖ്പതി ദീദിമാർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി െന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കൊട്ടാരക്കര രവിനഗറിൽ സജ്ജമാക്കുന്ന 80 കോടി രൂപയുടെ IT പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 10 നിലകളിലായി 1.47 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് IT പാർക്ക് നിർമ്മിക്കുന്നത്. നേപ്പാൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബാലേന്ദ്ര ഷായുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി RSPക്ക് വൻ വിജയം. മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയെ 50,000-ഓളം വോട്ടിന് പരാജയപ്പെടുത്തിയാണ് ബാലേന്ദ്ര ഷാ ചരിത്ര വിജയം നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. അവസരങ്ങളും പിന്തുണയും ലഭിച്ചാൽ ഏതു മേഖലയിലും മികവ് കൈവരിക്കാൻ സ്ത്രീകൾക്ക് കഴിയുമെന്ന് വനിതാ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ 137 കോടി രൂപയുടെ ബഹുനില മന്ദിര നിർമ്മാണോദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ആശുപത്രിയുടെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതിയെന്ന് മന്ത്രി വീണ ജോർജ്. നാടിന്റെ വികസന കുതിപ്പിൽ സ്ത്രീ പങ്കാളിത്തം നിർണായകമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. നിർമ്മിത ബുദ്ധി വെല്ലുവിളികൾ നേരിടാൻ വിദ്യാർത്ഥികൾക്കായി സൈബർ സുരക്ഷാ പ്രോട്ടോകോൾ പുറത്തിറക്കി കൈറ്റ്. കേരള തീരത്തിനരികെ അപകടത്തിൽപ്പെട്ട 9 മത്സ്യത്തൊഴിലാളികളെ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തി. പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ടോസ് നേടിയ ന്യൂസിലൻഡ് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.